പ്രൈസ് ദ ലോർഡ്. ഭൂമിയിലെ ആദ്യത്തെ സ്ത്രീ ആരായിരുന്നു? വിവാഹം സ്ഥാപിക്കപ്പെട്ടത് എങ്ങനെ? ഭൂമിയിലെ ആദ്യ കുടുംബം എന്നിവയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. മനുഷ്യന്റെ ഉത്ഭവത്തെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവന്റെ വാരിയെല്ലുകളിൽ ഒരെണ്ണം എടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവന്റെ മുൻപിൽ നിർത്തി എന്ന് ഉൽപ്പത്തി പുസ്തകം 2:23 കാണാം. ഉൽപ്പത്തി 3:20 ആദാം അവൾക്ക് ഹൗവ എന്ന് പേരിട്ടു. നരനിൽ നിന്നും എടുത്തിരിക്കയാൽ നാരി എന്നർത്ഥം. ദൈവം എല്ലാ ദിവസവും വൈകുന്നേരം വെയിലാറിയ ശേഷം ഇവരോടൊപ്പം കൂട്ടായ്മ ആചരിച്ചു പോന്നു. മനുഷ്യൻ ആരോഗ്യ ദൃഢഗാത്രനും പരിജ്ഞാനപൂർണനും സകല ജീവജാലങ്ങളുമായി ആശയവിനിമയം ചെയ്യുവാൻ കഴിവുള്ളവനുമായിരുന്നു. ഉൽപ്പത്തി 2:4 യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് കുടുംബം എന്നാണ് അർത്ഥം. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകം മാത്രമല്ല, കുടുംബങ്ങളുടെ പുസ്തകവുമാണ്. മനുഷ്യന് സർവ്വത്തിനെയും വാഴുവാൻ അധികാരമുണ്ടായിരുന്നു. അവന്റെ ആജ്ഞകളോട് പ്രകൃതി ശക്തികൾ പോലും പ്രതികരിച്ചു എന്നതാണ് വാസ്തവം. ദൈവം മൃഗങ്ങൾക്ക് പേരിടുവാൻ മനുഷ്യനെ ഏൽപ്പിച്ചു. ജീവജാലങ്ങൾക്ക് എല്ലാം പേരിടുവാൻ തക്കവണ്ണം മനുഷ്യൻ സമർത്ഥൻ ആയിരുന്നു എന്നതിൽ സംശയമില്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും പേര് നൽകുന്ന പ്രക്രിയകൾക്കിടയിൽ ആണും പെണ്ണുമുള്ള വിവരം ആദാം ശ്രദ്ധിച്ചിരിക്കണം. ഓരോന്നിനും അല്പം വ്യത്യസ്തയെങ്കിലും അതതിന്റെ രൂപഗുണമുള്ള ഇണയുണ്ടായിരുന്നു. തന്നോട് സാമ്യമുള്ള ഒരു തുണയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഇതിലൂടെ ആദാമിനും ഉണ്ടാകുവാൻ ഇടയായി എന്ന് നമുക്ക് ചിന്തിക്കാം. തുണ അഥവാ സഹായി എന്നത് പാർട്ട്ണർ, സഖി എന്നിങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷനോട് പ്രതികരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അവന്റെ പ്രതിരൂപം ഒരു സഹായി, പങ്കാളിയായിട്ടത്രേ. ആദാമിന്റെ ഒരു വാരിയെല്ലിനെയാണ് സ്ത്രീയാക്കിയത്. ഡോക്ടർ മാത്യു ഹെൻറി എന്ന വേദപണ്ഡിതൻ പറഞ്ഞത്, പുരുഷനെ ഭരിക്കാൻ ദൈവം സ്ത്രീയെ പുരുഷന്റെ തലയിൽ നിന്നുമല്ല എടുത്തത്. പുരുഷനേക്കാൾ കുറഞ്ഞതായി കാണാതിരിക്കേണ്ടതിന് അവന്റെ കാലുകളിൽ നിന്നുമല്ല എടുത്തത്. മറിച്ച് സംരക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവന്റെ കൈയുടെ അടിഭാഗത്ത് നിന്നും സ്നേഹിക്കപ്പെടുവാൻ അവന്റെ ഹൃദയത്തിനടുത്ത് നിന്നുമാണ് അവൾ ഉണ്ടാക്കപ്പെട്ടത്. പരിമിതികൾ ഉണ്ടെങ്കിലും സ്ത്രീ പുരുഷന്റെ പകുതിയാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അവൻ അർത്ഥമാക്കിയതും ഇത് തന്നെയാണ്. അവൾ അവനോട് എല്ലാ നിലയിലും പ്രതികരിക്കണമെന്നും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അത്രേ അതിന്റെ അർത്ഥം. പുരുഷന്റെ പകുതിയാണ് സ്ത്രീ. അവളെ കൂടാതെ പുരുഷൻ പകുതി മനുഷ്യൻ മാത്രമാണ്. ഹൗവ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അവൾ ആദാമിന്റെ പകുതിയായിരുന്നു. ഉൽപ്പത്തി 2:23 പുരുഷനെയും സ്ത്രീയെയും വിളിച്ചിരിക്കുന്ന പേരുകളുടെ സാമ്യം നോക്കൂ. നരനും നാരിയും. പുരുഷൻ നേതൃത്വം ഏറ്റെടുക്കണം എന്നത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പുരുഷനെയാണല്ലോ ആദ്യം സൃഷ്ടിച്ചത്. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷനെ അനുഗമിക്കുവാൻ തന്നെയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടതാണ്. ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭർത്താവിന് തീർച്ചയായും ഭാര്യ കീഴ്പ്പെടും. തന്റെ ഭാര്യയോട് ഉത്തരവാദിത്തമുള്ളവൻ എന്ന നിലയിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുന്നു. ഉൽപ്പത്തി 2:25 മനുഷ്യനും ഭാര്യയും നഗ്നരായിരുന്നു എന്ന് പറയുന്നുവെങ്കിലും അവർ ഏതോ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. പുരുഷന്റെയും സ്ത്രീയുടെയും സൃഷ്ടിയെ സംബന്ധിച്ചുള്ളതിൽ ഏറ്റവും മഹത്തായ രേഖയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. വാസ്തവമായി ദൈവം ഒന്നിച്ചു ചേർത്ത ഒരു കുടുംബം. ദൈവം മനുഷ്യവർഗത്തിന് വിവാഹം നൽകി. എന്നാൽ ആധുനിക മനുഷ്യൻ ഇന്ന് പൊട്ടിച്ചെറിയുവാൻ ശ്രമിക്കുന്നതിൽ ഒന്നത്രേ വിവാഹബന്ധം. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക എന്ന് സങ്കീർത്തനങ്ങൾ 2:3 വായിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുവാൻ ശ്രമിക്കുകയാണ്. കാരണം വിശുദ്ധ വിവാഹം സ്ഥാപിച്ചത് ദൈവമാകുന്നുവല്ലോ. സ്ത്രീയുടെ സൃഷ്ടിക്ക് പരോക്ഷമായ ഒന്നായിരുന്നു. അവൾ പുരുഷന്റെ ഒരു ഭാഗമാണ്. അതിന് തെളിവായി ദൈവം സ്ത്രീയെ പുരുഷനിൽ നിന്നുമാണ് എടുത്തത്.
പുരുഷന് വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചു എന്നതാണ് ഏറ്റവും മനോഹരമായ വസ്തുത. മനുഷ്യൻ പ്രത്യുൽപാദനത്താൽ ആണ് വർദ്ധിച്ചു പെരുകിയത്, മറിച്ച് വല്ല ജീവികളുടെയും പരിണാമം കൊണ്ടല്ല. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് കൽപ്പിച്ചു. സ്ത്രീയെ സൃഷ്ടിക്കുമ്പോഴും ദൈവം ഇത് ആവർത്തിച്ച് പറയുന്നത് കാണാം. ഈ ലൈംഗികത എന്ന വിഷയം പരിചയപ്പെടുത്തിയത് ദൈവമാണ്. ദൈവം മനുഷ്യന്റെ നന്മയ്ക്കും ആസ്വാദനത്തിനും വേണ്ടിയാണ് ഇത് നൽകിയത്. അത് പാപമല്ല. എന്നാൽ മനുഷ്യവർഗം ദൈവത്തിൽ നിന്നകന്നപ്പോൾ ലൈംഗികത വികൃതമാക്കി, വഷളത്വമാക്കി. സന്താന ഉൽപാദനത്തിനും കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത് അത്ഭുതകരവും മഹത്വകരവുമായ സത്യമാണ്. അടുത്ത വീഡിയോയിൽ ദൈവത്തെ പോലെ ആകുവാനുള്ള വ്യഗ്രതയാൽ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട ആദിമ മാതാപിതാക്കൾക്ക് സംഭവിച്ച വീഴ്ചയും പരിണിത ഫലങ്ങളും വിവരിച്ചിരിക്കുന്നു. അത് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.